രാജ്യവ്യാപക പ്രക്ഷോഭത്തിനും നിരവധി പേരുടെ മരണത്തിനും കാരണമായ സർക്കാർ ജോലികളിലെ സംവരണം പിൻവലിച്ച് ബംഗ്ലാദേശ് സുപ്രീം കോടതി. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള സർക്കാർ നീക്കങ്ങൾക്കിടെയാണ് നിർണായകമായ ഇടപെടൽ. സർക്കാർ ജോലികളിൽ 93% നിയമനവും മെറിറ്റ് അധിഷ്ഠിതമായിരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. സിവിൽ സർവീസ് ജോലികളിൽ 5% സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുട്ടികൾക്കും 2% മറ്റു വിഭാഗങ്ങൾക്കും സംവരണം ചെയ്യും. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക ക്വാട്ടയ്ക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ 115 ജീവനുകളാണ് പൊലിഞ്ഞത്. 2500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. നേരത്തെ ഉണ്ടായിരുന്ന ക്വാട്ട സമ്പ്രദായം പ്രതിഷേധങ്ങളെ തുടർന്ന് 2018 ഷെയ്ഖ് ഹസീന സർക്കാർ നിർത്തിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം കീഴ്ക്കോടതി ആ തീരുമാനം അസാധുവാക്കിയതോടെയാണ് ബംഗ്ലാദേശ് സമീപകാലത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. ഈ ഉത്തരവാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശക്തിയാർജിക്കവേ സമരക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ പോലീസിന് അനുമതി നൽകി ഉത്തരവുണ്ടായി. വ്യാഴാഴ്ച രാത്രി മുതൽ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ആശയവിനിമയവും രാജ്യത്ത് വിച്ഛേദിച്ചിരുന്നു. സംഘം ചേരുന്നത് തടഞ്ഞ് വെള്ളിയാഴ്ച രാത്രി മുതൽ കർഫ്യൂ ഏർപ്പെടുത്തി. ഇത് ലംഘിക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കാൻ പോലീസിന് അനുമതി നൽകിയിരുന്നു. ഇന്റർനാഷണൽ ന്യൂസ് മലയാളം.